2018 പ്രളയ സമയത്ത് ഇപ്പോൾ 8 വർഷമാകുന്നു. വി ഡി സതീശൻ പ്രതിപക്ഷത്തിരിക്കുന്ന സമയമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവും അല്ല, അന്ന് MLA മാത്രമാണ്. പിന്നെയാണ് അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. പിന്നെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നത്. 21 മറ്റോ ആണ്. അപ്പോൾ 18 പ്രളയ സമയത്ത് കേരളത്തിലെ MLA ഒരുപാട് പേർ, പാണ്ടനാടൊക്കെ പ്രളയം, ചെങ്ങന്നൂർ പാണ്ടനാടൊക്കെ പ്രളയമുണ്ടായപ്പോൾ സജി ചെറിയാൻ അന്ന് MLA ആണ്. അദ്ദേഹം വളരെ ആവേശത്തിലാണ് കരഞ്ഞത്. ഹെലികോപ്റ്ററിൽ നിന്ന് ഫുഡ് കിട്ടിയതും വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടതാണ്. 2ാമത്തെ നിലയിലെ മണ്ടേൽക്കാരിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്നിടുന്ന ഫുഡ് വാങ്ങിയൊക്കെ കഴിക്കുന്ന ഒരു മലയാളിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പരവൂരിലുള്ള കുറച്ച് പ്രോജക്റ്റുകൾ, പരവൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം, വി ഡി സതീശൻ്റെ മണ്ഡലത്തിലെ കുറച്ച് പ്രോജക്റ്റുകൾ ചെയ്യാനായി പുനർജനി എന്ന് പറഞ്ഞ് വിദേശത്തുനിന്ന് കുറച്ച് ഫണ്ട് വാങ്ങി എന്നുള്ള, CSR ഫണ്ട് വാങ്ങി എന്നുള്ള ഇതിൻ്റെ പേരിൽ വലിയ തർക്കം നടന്നു. CSR ഫണ്ട് വാങ്ങി എന്ന് പറയുന്ന ഏജൻസി അവർ പറയുന്നു, ഞങ്ങൾക്ക് CSR ഫണ്ടൊക്കെ വാങ്ങാനുള്ള പ്രൊവിഷൻ ഉള്ളവരാണ്, ഞങ്ങൾ ഇതിനകത്ത് ഒരു തിരിമറിയും നടത്തിയിട്ടില്ല, വളരെ കൃത്യമാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അത് വലിയ കേസായി, വലിയ വിവാദമായി. ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം തലമുടി നാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഇത് കോടതിക്കും സർക്കാരിനുമിടയിൽ ഒരു പാലം പോലെ കൃത്യമായി വി ഡി സതീശൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ തലമുടി നാരിയുടെ വ്യത്യാസത്തിൽ ഇടതുപക്ഷം വിടില്ലായിരുന്നു. ഇപ്പം തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞ് വലിയ കോളിളക്കമുണ്ടായേനെ. എന്തായാലും പുനർജനി പദ്ധതിയിലെ സന്നദ്ധ സംഘടന വഴി പൈസ വാങ്ങി പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഇടപാടിൽ വി ഡി സതീശന് ഒരു ഇടപാടുമില്ല, അതിൽ സാമ്പത്തികമായി ഒരു പ്രതിസന്ധിയുമില്ല, ഒരു കള്ളത്തരവുമില്ല, അഴിമതിയുമില്ല എന്ന് കോടതി കൃത്യമായി വിധിച്ചിരിക്കുകയാണ്. ഇതാണ് ഒരു പരമപ്രധാനമായ ഇന്നത്തെ ഏറ്റവും ചൂടപ്പം പോലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത. അതിനേക്കാൾ പ്രധാനമായൊരു വാർത്ത, പബ്ലിക് സർവീസ് കമ്മീഷൻ പാർട്ടി സർവീസ് കമ്മീഷനായതാണോ, പറ്റിക്കൽ സർവീസ് കമ്മീഷനായതാണോ, പിന്നെ പൊളിറ്റിക്കൽ സർവീസ് കമ്മീഷനാണോ, എന്താണ് പേരിടേണ്ടതെന്നറിയില്ല. ഓരോ ദിവസവും കേൾക്കുന്നത് വളരെ ഗുരുതരമായ പ്രതിസന്ധികളാണ്. ഇന്നിപ്പോൾ കേൾക്കുന്നത്, ഏറ്റവും അവസാനമായി കേൾക്കുന്നത് വളരെ കൃത്യമായി പിന്നെ PSC ചോദ്യങ്ങൾ ചോർത്തി കൊടുത്തതിൻ്റെ കഥ. ഒരു വശത്ത് ഉത്തരമെഴുതാത്ത ചോദ്യം തന്നെ ക്യാൻസൽ ചെയ്ത കഥ, മറ്റൊരു വശത്ത് എന്താണിത് നടക്കുന്നത്? 10ഓളം ചോദ്യം ആൻസർ ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. 10 ചോദ്യം നോക്കാതെ വിട്ടുകളഞ്ഞു. എല്ലാവരുടെയും 250 പേരുടെ 10 ചോദ്യം നോക്കാതെ വിട്ടു. അതിൽ താല്പര്യമുള്ളവരെ ജയിപ്പിച്ചെടുത്തു. ചോദ്യങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട്, ഉത്തരവും വെട്ടിക്കളഞ്ഞിട്ട്, ആ ചോദ്യമേ ഇല്ല എന്നുള്ള, ക്യാൻസൽ ചെയ്തു എന്നുള്ള കൺസെപ്റ്റിൽ ഉള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് PSC നടക്കുന്നത്? 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷം രൂപ ശമ്പളമൊക്കെ വാങ്ങി വളരെ മനോഹരമായി 10-15 മെമ്പർമാരൊക്കെ ഇരുന്ന് രാജകീയമായിട്ട് അങ്ങ് അറുമാദിക്കുകയായിരുന്നോ? ശരിക്കു പറഞ്ഞാൽ PSC നിയമനത്തിന് ഇപ്പോൾ 5 ഒഴിവ് വന്നിട്ടുണ്ട്. PSCയിൽ വളരെ കൃത്യമായ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ വേണം PSCയിൽ നിയമിക്കേണ്ടത്. ഈ പലപ്പോഴും സംഭവിക്കുന്നത്, പൊളിറ്റിക്കലായി നിൽക്കുന്ന ആളുകളെയാണ് അവിടെ വയ്ക്കുന്നത്. പൊളിറ്റിക്കലായി വയ്ക്കുന്ന ആളുകൾ അവർ പൊളിറ്റിക്കലായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അവരവരുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് പരമാവധി ജോലി വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും അവർ ചെയ്യും. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെയൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഈ കുത്തിത്തിരിപ്പ് പരിപാടി നടത്തിയിട്ടുണ്ട്. ഇന്നലെ സുനിൽ പി ഇളയിടത്തിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം DYFIയുടെ ജില്ലാ സമ്മേളനത്തിനാണെന്നാണ് തോന്നുന്നത്, അതോ മറ്റേതോ ഒരു പരിപാടിക്ക് തിരുവനന്തപുരത്ത് വന്ന് സംസാരിച്ചപ്പോൾ പിറകിൽ കൂടെ കയറുന്നതിന്, ബാക്ക് ഡോർ എൻട്രിയിലൂടെ കയറുന്നവരുടെ നിര കൂടി വരുന്നു, ഇവിടെ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ബാക്ക് ഡോർ എൻട്രിയെക്കുറിച്ച് വലിയ ആക്ഷേപം പറഞ്ഞു. ഈ പറഞ്ഞ മാന്യൻ ബാക്ക് ഡോർ എൻട്രി കയറിയെന്ന് മാത്രമല്ല, മാന്യൻ്റെ അദ്ദേഹത്തിൻ്റെ PhD തീസിസ് മോഷ്ടിച്ചതാണെന്നും അത് ശരിയല്ല എന്ന് പറഞ്ഞ് തീസിസ് വെട്ടിക്കളയുകയും റീവർക്ക് ചെയ്യാൻ പറയുകയും, ആ പറഞ്ഞ ഗൈഡിനെ അത് സൂപ്പർവൈസറെ അല്ലെങ്കിൽ അത് നോക്കിയ വാല്യുവേറ്ററെ മാറ്റുകയും പുതിയ വാല്യുവേറ്ററെ വയ്ക്കുകയും മന്ത്രി തലത്തിൽ വരെ ഇടപെട്ട് ഒക്കെയാണ് അദ്ദേഹത്തിന് PhD കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് PhD കിട്ടതും മന്ത്രിതലത്തിൽ ഇടപെട്ടതാണ്. ദേശാഭിമാനിയിലെ ഒരു ജോലി ചെയ്തിരുന്ന ആളിന് കൃത്യമായി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നതും ഡോക്ടർ രാജശേഖരനെ പോലെയുള്ള കേരളത്തിലെ എന്നറിയപ്പെടുന്ന ഡോക്ടറേറ്റ് ഉണ്ടായിരുന്ന നിരവധി ആളുകളെ PhD മലയാളത്തിൽ PhD ഉണ്ടായിരുന്ന
നിരവധി ആളുകളെ ഒഴിവാക്കിയിട്ടാണ് ഈ ആശാനെ കയറ്റിയത്. ഈ ആശാനാണ് ഇപ്പോൾ വന്നതെന്ന് പ്രസംഗിക്കുന്നത്. ബാക്ക് ഡോർ വഴി കയറുന്നു. ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നവരെ കാണാൻ പോലും കൊള്ളത്തില്ല. അവർ വളരെ മോശമാണ്. പറയുന്നത് ആരാ? ഇതിൻ്റെ അപ്പൻ അപ്പോസ്തലനാണ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഈ കരാർ അടിസ്ഥാനത്തിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നൊക്കെ തൊഴിൽ കൊടുക്കുന്നവരെല്ലാം കുത്തിക്കയറ്റുന്ന മനസ്സിലാവും. പക്ഷേ PSC എന്ന് പറയുന്നത് വളരെ മനോഹരമായി ഒരു കുത്തിക്കയറ്റലുമില്ലാതെ നന്നായി നടന്നൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും അറിയാമെന്നുള്ളൊരു കാര്യം, 10-30 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിന് വിവാഹാലോചന വന്നപ്പോൾ അദ്ദേഹത്തിന് അന്ന് ജോലിയില്ല. പക്ഷേ അദ്ദേഹം MSc B.Ed എല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന സമയമാണ് PSCക്ക്. അപ്പോൾ ആ ഒരു വീട്ടിൽ പോയി പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ആ പെണ്ണിൻ്റെ അമ്മ PSCയിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ പറഞ്ഞു പേടിക്കാനില്ല, മോൻ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു മോൻ ഒരു കാര്യം ചെയ്താൽ മതി, PSC ടെസ്റ്റ് എഴുതിയാൽ മതി, ജയിപ്പിക്കണ കാര്യം ഞാൻ ഏറ്റു, ഞാൻ അകത്തുണ്ടല്ലോ. അപ്പം അയാൾ ചോദിച്ചു അതെങ്ങനെ? അല്ല എഴുതൂ PSC ടെസ്റ്റ്, കല്യാണം നടക്കട്ടെ, എന്നിട്ട് ഇയാൾ PSC ടെസ്റ്റ് എഴുതിയാൽ മതി, ജോലിയൊക്കെ നമുക്ക് ഒപ്പിക്കാം PSC വഴി എന്ന് അന്ന് PSCയിൽ ജോലിയുള്ള ഒരാൾ പറയണമെങ്കിൽ, അവരിപ്പോൾ റിട്ടയറായി, ഈ ആൾ 30 വർഷം മുമ്പുള്ള കഥയാണ്, ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും എനിക്കറിയത്തില്ല. കാരണം അന്നും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്നും കേൾക്കുന്നു. PSCയിൽ നേരത്തെ ആണെങ്കിൽ 50-50 ആയിരുന്നു. 50% മാർക്ക് ഇൻ്റർവ്യൂവിനും 50% മാർക്കാണ് റിട്ടേൺ ടെസ്റ്റിന്. അപ്പോൾ വാരിക്കോരി മാർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ അത് 80-20 ഇപ്പോഴെന്നിട്ടും ചില പോസ്റ്റുകളിൽ ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ വലിയ തോതിൽ ക്വസ്റ്റ്യൻ ട്രാപ്പ് ചെയ്യുന്ന മുതൽ, ക്വസ്റ്റ്യൻ ചോർത്തുന്ന മുതൽ, ആൻസർ കീ ചോർത്തുന്ന മുതൽ, മുഴുവൻ കഥകളിലും എല്ലാ തരത്തിലുള്ള ഉഡായിപ്പുകളുമായി കേരള പറ്റിക്കൽ സർവീസ് കമ്മീഷൻ, തട്ടിക്കൽ സർവീസ് കമ്മീഷൻ, പൊളിറ്റിക്കൽ സർവീസ് കമ്മീഷൻ കൃത്യമായി പ്രവർത്തിക്കുന്നു. ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചാൽ പോരാ, CBI തന്നെ അന്വേഷിക്കണമെന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നു. PSCയിൽ CBI കൃത്യമായി PSCയിൽ അന്വേഷണം നടത്തണം. CBI വരട്ടെ PSCയിലേക്ക്.